നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല. പഞ്ചാബിനെതിരെ 261 റൺസ് എന്ന വമ്പൻ സ്കോർ ഉയർത്തിയിട്ടും കൊൽക്കത്തയ്ക്കും രക്ഷയില്ല. പതറാതെ വമ്പൻ സ്കോർ പിന്തുടർന്ന് വിജയിച്ച പഞ്ചാബ് നഷ്ടമായത് 2 വിക്കറ്റുകൾ മാത്രം. ഈഡൻ ഗാർഡൻസിൽ പറന്നത് 42 സിക്സുകൾ. ക്രിക്കറ്റിൽ ഒന്നും അസാധ്യമല്ലെന്ന് തെളിയിക്കുകയാണ് പഞ്ചാബ്. വമ്പൻ സ്കോർ ഉയർത്തിയിട്ടും കൊൽക്കത്തയ്ക്ക് രക്ഷയില്ല. ഈഡൻ ഗാർഡൻസിൽ നിന്ന് ത്രില്ലർ പോരാട്ടത്തിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 പന്തുകൾ ബാക്കി നിൽക്കെയാണ് പഞ്ചാബ് വിജയ റൺസ് കുറിച്ചത്. സ്കോർ കൊൽക്കത്ത 6-ന് 261, പഞ്ചാബ് 18 4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 262. സെഞ്ചുറി നേടിയ ജോണി ബെയർസ്റ്റോയാണ് പഞ്ചാബിന്റെ വിജയശില്പി. 48 പന്തുകൾ നേരിട്ട ഇംഗ്ലീഷ് താരം 108 റൺസുമായി പുറത്താകാതെ നിന്നു. ശശാങ്ക് സിംഗ് 28 പന്തിൽ 68, പ്രഭ് സിമ്രാൻ സിംഗ് 20 പന്തിൽ 54 എന്നിവർ അർദ്ധ സെഞ്ചുറി തികച്ചു. 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും വലിയ സ്കോറാണിത്. ഏറ്റവും കൂടുതൽ സിക്സുകൾ പിറന്ന 2020 പോരാട്ടം കൂടിയായിരുന്നു ഇത്. ഇരു ടീമുകളിലും ചേർന്ന് അടിച്ചുകൂട്ടിയത് 42 സിക്സുകളാണ്. വെടിക്കെട്ട് തുടക്കമായിരുന്നു മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന്റേത്. പവർ പ്ലേയിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടമാക്കി പഞ്ചാബ് നേടിയത് 93 റൺസ്. ദുഷ്ടമന്ത ചമീര എറിഞ്ഞ 2ാം ഓവറിൽ ഓപ്പണർ പ്രഭ് സിമ്രാൻ സിംഗ് 23 റൺസാണ് അടിച്ചുകൂട്ടിയത്. 18 പന്തുകളിൽ താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അനുകൂൽ റോയുടെ ഓവറിൽ 2 സിക്സും 3 ഫോറുകളും അടിച്ച് ജോണി ബെയർസ്റ്റോ ഒപ്പം ചേർന്നതോടെ പഞ്ചാബ് സ്കോർ അതിവേഗം കുതിച്ചു. പ്രഭ് സിമ്രാനെ സുനിൽ നരൈൻ റണ്ണൌട്ട് ആക്കുകയായിരുന്നു. തകർത്തടിക്കുക എന്നത് മാത്രമായിരുന്നു പിന്നീടെത്തിയ പഞ്ചാബ് ബാറ്റർമാരുടെയും ലക്ഷ്യം. 16 പന്തുകൾ നേരിട്ട് റീലി റൂസോ 26 റൺസ് എടുത്ത് പുറത്തായി. ബെർസ്റ്റോയ്ക്ക് കൂട്ടായി ശശാങ്ക് സിംഗ് എത്തിയതോടെ 15 ഓവറിൽ പഞ്ചാബ് 200 കടന്നു. 45 പന്തുകളിൽ നിന്നാണ് ബെയർസ്റ്റോ സെഞ്ചുറി തികച്ചത്. അവസാന 12 പന്തുകളിൽ പഞ്ചാബിന് ജയിക്കാൻ വേണ്ടത് വെറും 9 റൺസായിരുന്നു. എന്നാൽ പിന്നീട് ലഭിച്ച 4 പന്തുകളിൽ പഞ്ചാബ് വിജയത്തിലെത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 200 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചുകൂട്ടിയത് 261 റൺസ്. 2024 സീസണിൽ വമ്പൻ സ്കോറുകൾ പടുത്തുയർത്തുന്നത് ശീലമാക്കിയ കൊൽക്കത്ത പഞ്ചാബിനെതിരെയും അത് തുടരുകയായിരുന്നു. 37 പന്തിൽ 75 റൺസ് എടുത്ത ഫിൽ സോൾട്ടും 32 പന്തിൽ 71 റൺസ് എടുത്ത സുനിൽ നരൈനുമാണ് കൊൽക്കത്ത ഇന്നിംഗ്സിന്റെ കരുത്തായത്. സോൾട്ട് 6ഉം നരൈൻ 4 സിക്സുകളും ബൗണ്ടറി കടത്തി. ഇരുവരും പുറത്തായതിന് പിന്നാലെ എത്തിയ വെങ്കടേഷ് അയ്യർ 23 പന്തിൽ 39, ആന്ദ്രെ റസൽ 12 പന്തിൽ 24, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 10 പന്തിൽ 28 എന്നിവരും സ്വന്തം റോളുകൾ ഭംഗിയാക്കി. പഞ്ചാബിന് വേണ്ടി ഹർഷ്ദീപ് സിംഗ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. സാം കറൻ, ഹർഷൽ പട്ടേൽ, രാഹുൽ ചാഹർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. സീസണിൽ പഞ്ചാബിന്റെ 3ാമത്തെ മാത്രം വിജയമാണിത്. 10 പോയിന്റുമായി കൊൽക്കത്ത 2ാമതുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസത്തെ ഹോം ഗ്രൗണ്ടിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരങ്ങളുടെ മോശം ബാറ്റിംഗ് കണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ച് ടീം ഉടമ കാവ്യമാരൻ. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ഹൈദരാബാദ് RCBക്കെതിരെ അപ്രതീക്ഷിതമായി തകരുകയായിരുന്നു. ആദ്യ ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസാണ് നേടിയത്. സൺറൈസേഴ്സ് അനായാസം വിജയത്തിലെത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ബംഗളൂരു ബോളർമാർ അവസരത്തിനൊത്തുയർന്നതോടെ ഹൈദരാബാദ് ബാറ്റർമാർ പ്രതിരോധത്തിലായി. 37 പന്തിൽ 40 റൺസ് എടുത്ത ഷഹബാസ് അഹമ്മദാണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. ഓപ്പണർ അഭിഷേക് ശർമ്മ 13 പന്തിൽ 31, ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 15 പന്തിൽ 31 എന്നിവരും ഹൈദരാബാദിനായി തിളങ്ങിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. 20 ഓവറുകൾ ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ ഹൈദരാബാദിലെത്തിയ കാവ്യമാരൻ ഗാലറിയിൽ മുഴുവൻ സമയം നിരാശയോടെയാണ് ഇരുന്നത്. ഹൈദരാബാദ് താരങ്ങൾ പുറത്താകുമ്പോഴുള്ള കാവ്യയുടെ ഭാവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്.